നമസ്കാരം, സ്വാഗതം. ബോണി തോമസിന്റെ കൊച്ചിക്കാർ പുസ്തകത്തിലൂടെയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അതെ. കഴിഞ്ഞ തവണ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെയും മട്ടാഞ്ചേരിയുടെയും ആ ഒരു ബഹുസ്വരതയെക്കുറിച്ച് സംസാരിച്ചല്ലോ. ഓർക്കുന്നുണ്ട്. വെറും 4.5 ചതുരശ്ര കിലോമീറ്ററിൽ എന്താ പറയുക, 16-ൽ കൂടുതൽ ഭാഷകൾ, 30-ലധികം സമൂഹങ്ങൾ. ഒരു അത്ഭുതം തന്നെയാണത്. ശരിയാണ്. കൊച്ചിയുടെ ഈ ഒരു സാംസ്കാരിക മിശ്രണത്തിന്റെ കുറച്ചുകൂടി ആഴങ്ങളിലേക്ക്, അതിന്റെ കുറച്ചു പഴയ വേരുകളിലേക്ക് നമുക്കിന്ന് ഇറങ്ങിച്ചെന്നാലോ? നല്ല ആശയം. ഇന്ന് നമ്മൾ നോക്കുന്നത് കൊച്ചിയുടെ ചരിത്രത്തിലെ ഏറ്റവും പഴയ ചില കണ്ണികളാണ്. അതായത് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ കൊച്ചിയുമായിട്ട് വാണിജ്യപരമായും സാംസ്കാരികമായും ബന്ധം സ്ഥാപിച്ചവർ. യഹൂദ, അറബ്, മുസ്ലിം സമൂഹങ്ങൾ, അവരുടെ ഒരു പൈതൃകത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. പുസ്തകത്തിലെ അധ്യായങ്ങൾ 1, 2, 3, പിന്നെ 6, 17, 25 ഇവയിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നുപോകുന്നത്. ശരി. അപ്പോ കൊച്ചിയുടെ DNA-യിൽ തന്നെയുള്ള പഴയ ബന്ധങ്ങൾ അല്ലേ? അതെ അതെ. നിങ്ങൾക്കത് കൂടുതൽ വ്യക്തമാകുമെന്ന് വിചാരിക്കുന്നു. പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ അറബ് ബന്ധം പറഞ്ഞുകൊണ്ടാണല്ലോ, പ്രത്യേകിച്ച് യമനുമായിട്ടുള്ള ബന്ധം. അതെ. 14-ാം നൂറ്റാണ്ടു മുതലേ അറബികൾ ഇവിടെ കച്ചവടത്തിനൊക്കെയായിട്ട് കപ്പലുകളിൽ വന്നിരുന്നു പറയുമ്പോ ആലോചിച്ചു നോക്കൂ. ആ ബന്ധം ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും. അത് വെറും ചരിത്രരേഖയിൽ മാത്രമല്ല. എവിടെയൊക്കെ? മഖ്ദൂം ദർഗ, പിന്നെ തക്യാവ്, വലിയ പള്ളി, ഇതൊക്കെ ശരിക്കും ആ യമൻ ബന്ധത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളാണെന്ന് പറയാം. ആണല്ലേ? പുസ്തകത്തിൽ ബോണി തോമസ് ഒരു രസകരമായ കാര്യം പറയുന്നുണ്ട്. പള്ളിക്കടുത്തുള്ള ഹാഷിം തങ്ങളെന്നൊരാളുണ്ട്. അങ്ങേരുടെ കുടുംബാംഗങ്ങളുടെയൊക്കെ ശരീരഘടനയിൽ പോലും ഒരു യമൻ ബന്ധം കാണാൻ പറ്റുന്നുണ്ടെന്ന്. ശരിക്കും? അത്രയ്ക്കും? അതെ. അതായത് കൊച്ചിയുടെ DNA-യിൽ തന്നെ അറബി സ്വാധീനം അലിഞ്ഞു ചേർന്നിട്ടുണ്ട് എന്നൊരു കണ്ടെത്തലാണ്. വെറും കച്ചവടം മാത്രമല്ല. അതെ, അതിനപ്പുറം വളരെ ആഴത്തിലുള്ളൊരു സാംസ്കാരിക ലയനം. അതെ, സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഈ അറബ് പാരമ്പര്യം പറയുന്ന വേറൊരു മുസ്ലിം വിഭാഗത്തെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ 17-ാം അധ്യായത്തിലെ നെയ്നമാർ. നെയ്നിമാർ. അത് കൊച്ചിയിലെ മുസ്ലിം സമൂഹത്തിനുള്ളിലെ തന്നെ ഒരു വൈവിധ്യം കാണിക്കുന്നതാണ്. എങ്ങനെയാണത്? നൈനമാരുടെ കാര്യമെടുത്താൽ അവരും പറയുന്നുണ്ട് അവർക്ക് അറബ് പൈതൃകമുണ്ടെന്ന്. ചില കഥകളൊക്കെ വെച്ച് നോക്കിയാൽ അവരുടെ വേരുകൾ ഇന്നത്തെ ഇറാഖിലെ നിനവെ എന്ന പഴയ നഗരം വരെയൊക്കെ പോകുന്നുണ്ട്. ഓഹോ. പക്ഷേ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ ആഘോഷങ്ങളിലും മറ്റും ഹൈന്ദവ ആചാരങ്ങളുമായിട്ട് സാമ്യമുള്ള ചില കാര്യങ്ങൾ കാണാം. കൊള്ളാം. അപ്പൊ അങ്ങനെ ഒരു സാംസ്കാരിക കൊടുക്കൽ വാങ്ങൽ. അതെ. ഒരു സമൂഹം എങ്ങനെയാണ് പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുന്നതെന്നും അതേസമയം തങ്ങളുടെ രീതികളുമായി അതിനെ യോജിപ്പിക്കുന്നതെന്നും ഇത് കാണിച്ചു തരുന്നുണ്ട്. അവർക്കിടയിൽ പ്രചാരത്തിലുള്ള ചില കഥകളും കൊള്ളാമല്ലേ അല്ലേ? കുഞ്ഞാലിമരക്കാരുമായിട്ട് ബന്ധമുണ്ടെന്നും അതും പറയുന്നുണ്ട്. പിന്നെ കൊച്ചി രാജാവിന്റെ അംഗരക്ഷകരായിരുന്നു എന്നുമൊക്കെ ഒരു പഴയ പ്രതാപകാലത്തിന്റെ ഓർമ്മകൾ. അതെ. പുസ്തകത്തിൽ ഒരു ഭാഗം ശരിക്കും മനസ്സിൽ തട്ടുന്നതാണ്. ഒരു നൈന കുടുംബം, നൂറ്റാണ്ടുകൾ പഴക്കമുണ്ടെന്നവർ വിശ്വസിക്കുന്ന ഒരു ചെറിയ ഖുർആൻ, സ്വർണ്ണ പുറഞ്ചട്ടയൊക്കെയുള്ളത്. അത് സൂക്ഷിക്കുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും പൂർവിക സ്വത്താണെന്ന് പറഞ്ഞ് അത് വിൽക്കാൻ അവർ തയ്യാറല്ല. പൈതൃകത്തോടുള്ള ആ ഒരു ബഹുമാനം. അതെ. പിന്നെ കൊല്ലവർഷം 1107, അതായത് ഏകദേശം 1932-ൽ ശ്രീരാമവർമ്മ മഹാരാജാവ് സ്ഥാനമേറ്റപ്പോൾ നൈനമാർ ഒരു മംഗളപത്രം കൊടുത്തതിനെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോ അന്നത്തെ ഒരു സാമൂഹിക വ്യവസ്ഥയില് അവർക്കുണ്ടായിരുന്നൊരു സ്ഥാനം, രാജകുടുംബവുമായുള്ള ബന്ധം, ഇതൊക്കെ അതിൽ കാണാം. തീർച്ചയായും. അപ്പോ നൈനമാരുടെ കഥ നമ്മളോട് പറയുന്നത് പുറത്തുനിന്നുള്ള പാരമ്പര്യം സ്വീകരിക്കുമ്പോഴും ഇവിടത്തെ രീതികളുമായി അതെങ്ങനെ ഇഴുകിച്ചേർന്നു എന്നാണ്. ഇത് ശരിക്കും കൗതുകം തന്നെ. ഇനി നമുക്ക് യഹൂദ സമൂഹത്തിലേക്ക് വരാം. പുസ്തകത്തിൽ 2 പ്രധാന വിഭാഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടല്ലേ? ആദ്യത്തേത് മലബാറി ജൂതർ, കറുത്ത ജൂതർ എന്നും പറയുന്നു. ഇവരാണോ കൊച്ചിയിൽ ആദ്യം എത്തിയത്? അതെ എന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. മലബാറി ജൂതരാണ് ആദ്യത്തെ യഹൂദ കുടിയേറ്റക്കാർ. കടവും ഭാഗം, തെക്കും ഭാഗം എന്നിങ്ങനെ 2 പ്രധാന സിനഗോഗുകൾ അവർക്കുണ്ടായിരുന്നു, പള്ളികൾ. ഇതിൽ എറണാകുളം ബ്രോഡ്വേയിലുണ്ടായിരുന്ന കടവും ഭാഗം സിനഗോഗ്, അത് പുനരുദ്ധരിക്കാനായിട്ട് ഏലിയാസ് ജോസഫായി എന്നൊരാൾ ശ്രമിച്ചതിനെക്കുറിച്ചൊക്കെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. പക്ഷേ 1948-ല് ഇസ്രായേൽ വന്നതിനുശേഷം ജൂതർ അങ്ങോട്ട് കൂട്ടത്തോടെ പോകാൻ തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയൊക്കെ നിന്നു. ആ സിനഗോഗ് പിന്നെ ഉപയോഗിക്കാതെയായി. ഏലിയാസ് ജോസഫായി പറഞ്ഞൊരു കാര്യം പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. അതെന്തായിരുന്നു? തന്റെ പൂർവികർക്ക് യേശു സംസാരിച്ച അതേ ഭാഷ, അരാമൈക്, അത് അറിയാമായിരുന്നു എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നൊരു ഭാഗമുണ്ട്. കൊള്ളാം. ആലോചിച്ചു നോക്കൂ.
നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ ഒരു ഭാഷാപരമായ ഓർമ്മ. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയാമായിരുന്നോ, ഈ അരാമൈക് ബന്ധം? ഇല്ല, പുസ്തകം വായിച്ചപ്പോഴാണ് ഞാനും ശ്രദ്ധിച്ചത്. അപ്പോ മലബാറി ജൂതർക്ക് ശേഷം വന്നവരാണ് പരദേശി ജൂതർ, വെളുത്ത ജൂതർ എന്ന് പൊതുവെ അറിയപ്പെടുന്നവർ. മട്ടാഞ്ചേരിയിലെ ഫേമസ് പരദേശി സിനഗോഗ് ഇവരുടേതാണ് അല്ലേ? അതെ. ഈ വെളുത്ത ജൂതർ എന്ന് കേൾക്കുമ്പോൾ ഒരു ധാരണ വരും, അവരെല്ലാവരും യൂറോപ്പിൽ നിന്ന് വന്നവരാണെന്ന്. പക്ഷേ ബോണി തോമസ് അത് തിരുത്തുന്നില്ലേ? തീർച്ചയായും, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പുസ്തകത്തിൽ ഉദാഹരണമായിട്ട് സാറാ കോഹന്റെ കാര്യം പറയുന്നുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ ജൂത വനിതയായിരുന്നു. അതെ, അവരുടെ പൂർവികർ യൂറോപ്പിൽ നിന്നല്ല, പശ്ചിമേഷ്യയിലെ ബാഗ്ദാദിൽ നിന്നുള്ളവരാണ്. ഓഹോ. അപ്പം വെളുത്ത ജൂതർ എന്ന് പറയുന്നത് ഒറ്റ സ്വഭാവമുള്ളൊരു ഗ്രൂപ്പല്ല. ഡച്ചുകാരുടെ കാലത്താണ് ഇവർക്ക് കച്ചവടത്തിലൊക്കെ നല്ല ഒരു സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടായതെന്നും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വെളുത്ത കറുത്ത എന്ന വേർതിരിവ് അത് വെറും നിറത്തിന്റെ കാര്യം മാത്രമല്ല, അതിന് ചരിത്രപരവും സാംസ്കാരികവുമായ പല മാനങ്ങളുണ്ട്. എന്നാൽ ഈ രണ്ട് വിഭാഗങ്ങൾക്കിടയിലും ഒരു സാമൂഹിക അകലമുണ്ടായിരുന്നുവെന്ന് പുസ്തകം പറയുന്നു. 6-ാം അധ്യായത്തിൽ വിപ്ലവം കറുപ്പിലും വെളുപ്പിലും. വെളുത്ത ജൂതരും കറുത്ത ജൂതരും തമ്മിലുള്ള വിവേചനം ഒരേ മതവിശ്വാസികൾക്കിടയിൽ എങ്ങനെ സംഭവിച്ചു? ഇത് ശരിക്കും കൊച്ചിയുടെ സാമൂഹിക ചരിത്രത്തിലെ അത്ര എളുപ്പം സംസാരിക്കാൻ പറ്റാത്ത പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. 1950കളിലെ ഒരു സംഭവം. എന്താണത്? റീമ എന്ന വെളുത്ത ജൂത യുവതിയും ഗാമിയൽ എന്ന കറുത്ത ജൂത യുവാവും അവർ പ്രണയത്തിലായി. ഓക്കേ, പക്ഷെ അന്നത്തെ കൊച്ചിയിലെ ഒരു സാഹചര്യം വെച്ചിട്ട് അവരുടെ വിവാഹം നടക്കില്ലായിരുന്നു. നിറത്തിന്റെ പേരിലുള്ള വേർതിരിവ് അത്ര ശക്തമായിരുന്നു. എന്നിട്ടെന്തുണ്ടായി? അവർക്ക് വിവാഹം കഴിക്കാൻ വേണ്ടി കൊച്ചിയിൽ നിന്ന് ബോംബെയ്ക്ക്, ഇന്നത്തെ മുംബൈക്ക് ഒളിച്ചോടേണ്ടി വന്നു. അത്രയ്ക്ക് സാമൂഹിക സമ്മർദ്ദം. കഷ്ടം തന്നെ. എന്നാൽ കാലം മാറിയത് നോക്കൂ. പുസ്തകം തന്നെ അടുത്തൊരു ഉദാഹരണം തരുന്നു. ഏകദേശം 20 കൊല്ലം കഴിഞ്ഞ് 1978 ഇതുപോലെ ഒരു മിശ്രവിവാഹം, ഒരു വെളുത്ത ജൂതനും കറുത്ത ജൂതയും തമ്മിലുള്ള കല്യാണം മട്ടാഞ്ചേരിയിൽ നടന്നു. അപ്പോ അതിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ പണ്ട് നാടുവിടേണ്ടി വന്ന അതേ റീമയും ഗാമിയേലും തിരിച്ചെത്തി. കൊള്ളാം. അത് ശരിക്കും ഒരു മാറ്റത്തിന്റെ സൂചനയാണല്ലേ? കൊച്ചിയിലെ ആ സാമൂഹിക മനോഭാവം മാറിയതിന്റെ ഒരു ശക്തമായ പ്രതീകം. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. അതെ. ഈ രണ്ട് സംഭവങ്ങളും താരതമ്യം ചെയ്യുമ്പോൾ ആ മാറ്റം വളരെ വ്യക്തമാണ്. കാലക്രമേണ ആ വിവേചനത്തിനെതിരെ ഉണ്ടായ ഒരു മനോഭാവം അത് കാണിച്ചു തരുന്നുണ്ട്. ഇനി നമ്മൾ 25-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വേറൊരു മുസ്ലിം കുടിയേറ്റ വിഭാഗത്തെ കാണുന്നു, ദഖിണി മുസ്ലിംകൾ. ദഖിണികൾ, ഉറുദു സംസാരിക്കുന്ന ഹൈദരാബാദ് പശ്ചാത്തലമുള്ളവർ. ഇവരെങ്ങനെ കൊച്ചിയിലെത്തി? അതിനും കഥകളുണ്ടോ? ഒരു വാമൊഴി ചരിത്രം പറയുന്നുണ്ട്. ഇവരിൽ പലരുടെയും പൂർവികർ ടിപ്പു സുൽത്താന്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിന്റെ സൈന്യത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിലെത്തിയതാണെന്ന്. ഓഹോ, ടിപ്പുവിന്റെ കൂടെ? അതെ. ഇത് നമ്മൾ പിന്നെ കാണുന്ന നായിഡുമാരുടെ കഥയുമായിട്ട് ഒരു സാമ്യമുണ്ട്. തെലുങ്ക് സംസാരിക്കുന്ന നായിഡുമാർ. അവരും ടിപ്പുവിന്റെ കൂടെ വന്നു പറയുന്നുണ്ടല്ലോ. അതെ. ദഖിണി മുസ്ലിങ്ങൾക്കിടയിൽ ഗസൽ പാടുന്നവരൊക്കെ ഉണ്ടെന്നും പുസ്തകം പറയുന്നുണ്ട്. അവരുടെ ആ ഒരു സാംസ്കാരിക പശ്ചാത്തലം. അപ്പോൾ അതും അവരുടെ ഐഡന്റിറ്റിയുടെ ഭാഗമാണ് എന്ന് നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം ശരിക്കും കൊച്ചിയുടെ ചരിത്രത്തിലെ വളരെ പഴയ ചില താളുകളാണ് മറച്ചു തന്നത്, അല്ലേ? അതെ. യഹൂദ, അറബ് മുസ്ലിം സമൂഹങ്ങൾ എത്ര ആഴത്തിലാണ് കൊച്ചിയുടെ മണ്ണിൽ വേരുകളുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അവരുടെ കച്ചവടം, പള്ളികൾ, ആചാരങ്ങൾ, അവർ നേരിട്ട വേർതിരിവുകൾ, കാലം കൊണ്ടുവന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ബോണി തോമസ് കൊച്ചിക്കാറിൽ നന്നായിട്ട് തന്നെ പറയുന്നുണ്ട്. ശരിയാണ്. ഓരോ സമൂഹവും അവരുടേതായ സംഭാവനകൾ കൊച്ചിക്ക് നൽകിയിട്ടുണ്ട്. അവിടുത്തെ ഭക്ഷണരീതികൾ, ഭാഷയിലെ പ്രയോഗങ്ങൾ, കെട്ടിടങ്ങൾ, സാമൂഹിക രീതികൾ, എല്ലാത്തിലും ഈ സ്വാധീനം കാണാം. അതെ. ഈ പഴയ ബന്ധങ്ങളെ മനസ്സിലാക്കാതെ കൊച്ചിയുടെ ശരിക്കുള്ളൊരു തനിമ പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. ശരിയാണ്. അപ്പോ അടുത്ത തവണ നമ്മൾ കൊച്ചിയിലെ യൂറോപ്യൻ സ്വാധീനത്തെക്കുറിച്ചാണ് കൂടുതൽ നോക്കുന്നത്. പോർച്ചുഗീസ്, ഡച്ച് കാലഘട്ടങ്ങൾ. പുസ്തകത്തിലെ 4-ാം അധ്യായം അപ്പേലിതോ, പോർച്ചുഗീസ് പൈതൃകമുള്ള ലൂസോ ഇന്ത്യക്കാർ. പിന്നെ 5-ാം അധ്യായം ഐസക്സ്, ഡച്ച് പൈതൃകമുള്ള ആംഗ്ലോ ഇന്ത്യക്കാർ. അതെ, ആ കൊളോണിയൽ കാലം കൊച്ചിയുടെ സാമൂഹിക ഘടനയിലും സംസ്കാരത്തിലുമൊക്കെ എന്തു മാറ്റങ്ങളാണ് വരുത്തിയത് എന്ന് നമുക്ക് അടുത്ത സംഭാഷണത്തിൽ നോക്കാം. തീർച്ചയായും. ഇന്നത്തെ ഈ ചർച്ച കേട്ട് കഴിഞ്ഞപ്പോ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിലും ഒരു ചോദ്യം വന്നിട്ടുണ്ടാവാം. എന്താണത്?
നൂറ്റാണ്ടുകളോളം ഒരുമിച്ച് ഒരു ചെറിയ സ്ഥലത്ത് ജീവിച്ചിട്ടും ഈ പഴയ സമൂഹങ്ങൾക്ക്, യഹൂദർക്കും പലതരം മുസ്ലിം വിഭാഗങ്ങൾക്കും, എങ്ങനെയാണ് അവരുടെ ആ ഒരു തനതായ ഐഡന്റിറ്റി ഏറെക്കുറെ അതേപോലെ നിലനിർത്താൻ പറ്റിയത്? അതേസമയം കൊച്ചിയുടെ പൊതുവായ സംസ്കാരത്തെ ഇത്രയധികം സ്വാധീനിക്കാനും കഴിഞ്ഞു. ഈ ഒരു ബാലൻസ്, അതിന്റെ രഹസ്യം എന്തായിരിക്കും? കാണാം.